ഇന്ന് ഞാൻ മീഷോയിൽ കുറച്ച് ടോയ് കളക്ഷന്റെ അൺബോക്സിംഗ് ആയിരുന്നു കാട്ടിയിരുന്നത്. രാവിലെ ഞങ്ങൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നോക്കി ഇപ്പൊ എങ്ങനെയുണ്ട് സാധനങ്ങളെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കാട്ടുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. രാവിലെ തന്നെ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണത്തിനെയും പിടിച്ചിരുത്തി. ചെറുത് കുറച്ച് വഷളായിരുന്നു. എന്നിട്ട് പിന്നെ ഓരോന്ന് ടോയ്സ് ആണെന്നൊക്കെ പറഞ്ഞ കാരണം അവൻ അവിടെ ഇരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയതൊരു ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു. ഫ്ലാഷ് ലൈറ്റ് കിട്ടി, പക്ഷേ പകലായ കാരണം ഞങ്ങൾക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല ഇരുട്ട് റൂം തന്നെ വേണം. ഞങ്ങൾ കർട്ടനൊക്കെ ഇട്ടിട്ടും കാര്യമായിട്ട് കാണുന്നുണ്ടായില്ല. ഇനി ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല തോന്നി, പക്ഷേ ഇത് രാത്രി ആവണം. ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്ത് അതിന് കൂടെ ഒരു 6 ഡിസ്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ആൽഫബറ്റ് ഉണ്ട്, ഒരെണ്ണത്തിൽ നമ്പേഴ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, കാറ്, ഡൈനോസർ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റോണം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ലൈറ്റ്, ഞാനിപ്പോൾ ഇത് ഊരിയിട്ടില്ല, ലൈറ്റ് അടിച്ചാൽ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഒരു നമ്മൾ പ്രൊജക്ടർ കാണുന്ന പോലെ നല്ല വൈറ്റ് വാളിൽ നമ്മൾ ഇത് അടിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ഓരോന്നോരോന്ന് കാണുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ കുട്ടികൾക്ക്. ഓരോരോ ഡിഫറെൻറ്റ് നമുക്കത് പറഞ്ഞു കൊടുക്കാം. അവർ വേഗം പഠിക്കുകയും ചെയ്യും. രാത്രി കുറഞ്ഞതിന് മുമ്പ് ഇങ്ങനെയൊക്കെ കാട്ടിയാൽ ഒരു വേഗം കിടന്ന് ഉറങ്ങിക്കോളും. മോൻ എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടത്. രാത്രി നോക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ലൈറ്റ് ഇല്ലെങ്കിലും അച്ഛനും മോനും കുറേ നേരം ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ, പ്ലെയിൻ, വീണ്ടും പ്ലെയിൻ, വീണ്ടും റെഡ് പ്ലെയിൻ. ഞങ്ങൾ പിന്നെ രാത്രിയാണ് കേട്ടോ ഫ്ലാഷ് ലൈറ്റ് നോക്കിയത്. സാധനം കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായി. ഞങ്ങൾ അവൻ്റെ മേത്ത് തന്നെ ഇങ്ങനെ കാട്ടുമായിരുന്നു. ഓരോന്നൊക്കെ ഇങ്ങനെ ഇരുട്ടിൽ നല്ല രസമുണ്ടായി. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അവനിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ടായി. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കാട്ടാം. അതിലിപ്പോൾ എന്താ പറയുക, ഡൈനോസേഴ്സ് ഉണ്ട്, എയറോപ്ലെയിൻസ് ഉണ്ട്, പിന്നെ ബക്കറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ആൽഫബറ്റ്സ് ഉണ്ട്, പിന്നെ 1 2 3 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കുറേ കാട്ടി കുറേ നേരമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അത് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല. നല്ല ഇരുട്ടും എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കർട്ടനൊക്കെ ഇത് ചെയ്താൽ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അത് അവനൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വെച്ചാൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോർച്ചൊക്കെ വാങ്ങി അവൻ തന്നെ കളിക്കാൻ തുടങ്ങി. അതെന്താണ് ചേട്ടൻ ഓപ്പൺ ചെയ്യട്ടെ കേട്ടാ. ഓ തുറക്ക്. അത് അവന് കളിക്കാൻ കൊടുത്തോട്ടോ, അതോട്ട് ഇന്ന് കളിച്ചോളൂ. സൂപ്പർ. അതില് ഒരേ ഷേപ്പ് പോലത്തെ ഡി ഷേപ്സ് ഒക്കെ ഇതിൽ വെക്കണം. അങ്ങനെ ഒരേ ഷേപ്പിന്റെ വെച്ചേ. അങ്ങനെ തോന്നിയതല്ല, അതാത് ഷേപ്പിന്റെ. ഇതാണിതിൽ മിടുക്കൻ. ഇനി ഇതേതിലായിരിക്കും? ഇതിൽ. യെസ്, അതവിടെ സിംഗിൾ ദേ. ഇത് ഇങ്ങനത്തെ അവിടെ കണ്ട, അങ്ങനത്തെ എവിടെയാണ് വെച്ചേ? അവിടെ. അത് റൗണ്ട് അവിടെ, സർക്കിൾ അവിടെ. ഒരെണ്ണമാണ് ഈ സ്റ്റാക്കിംഗ് ടോയ്. ഇതിൽ 5 എണ്ണം ഉണ്ട്, 5 തരം ഷേപ്പുകൾ. ഇത് വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഫിനിഷിങ്ങും ഇല്ല. കണ്ടോ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഷേപ്പുകൾ പഠിപ്പിക്കാൻ അവർ കുറച്ച് ഇടയ്ക്ക് ഇരുന്നു. പക്ഷേ ഭയങ്കര ക്വാളിറ്റി ആണെന്നൊന്നും ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ കണ്ടോ ഇതുപോലെ ഹോളോ പോലെയാണ്. പിന്നെ ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഇരുന്ന് കളിച്ചോളൂ. ഷേപ്സ് ഒക്കെ പഠിക്കാം. അവർക്ക് കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതും പറഞ്ഞു. ഏർലി സ്റ്റേജ് ഓഫ് ലേണിംഗ് ആണ്. നമുക്ക് ഓരോരോ ഇപ്പോൾ സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് അവർക്ക് പഠിപ്പിച്ചു. ഫോൺ അത് ഒലിച്ചു പോയില്ലേ?
ഫോൺ വിത്തൗട്ട് ബാറ്ററി ആയിരുന്നു. പക്ഷെ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല കാണാൻ നല്ല സോഫ്റ്റ് കളേർഡ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫോൺ കാണാൻ. പിന്നത്തെ ഒരു ഐറ്റമാണ് ഈ ഫോൺ. AAAയുടെ 3 ബാറ്ററി ഇടണം. ഞങ്ങളുടെ കയ്യിൽ ഒരു ബാറ്ററി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇതിട്ട് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ സിലിക്കൺ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ട്, നല്ല ലൈറ്റ് കളറിൽ. അതെല്ലാം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് വരും. അങ്ങനെ ആയിരിക്കണം. ഞാനത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞെക്ക്. Excuse me, is my grandpa at home? Hello? കൈമുറിയൂട്ടാ. ടുട്ടു വാവ്. ഉള്ളത് ഈ 2 സസ്പെൻഷൻ കാറാണ്. ഭയങ്കര കട്ടിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ക്വാളിറ്റി വൈസ് എന്ന് പറഞ്ഞാലും ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നല്ല കട്ടിയുള്ളതും മെറ്റലിൻ്റെ ഒക്കെയാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സസ്പെൻഷനൊക്കെ ഉണ്ട്. അവനിഷ്ടമായി, അവനിങ്ങനെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2 കാറുകൾ. ആൺകുട്ടികൾക്ക് പൊതുവെ എത്ര കാറ് കിട്ടിയാലും അവർക്ക് മതിയാവില്ല. അപ്പോൾ ഇതൊരു 200 സംതിങ് അങ്ങനെ എന്തോ റേറ്റൊക്കെ ആയിരുന്നു. ഓഫർ പ്രൈസിലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതൊരു കാർഡ്ബോർഡിൻ്റെ എഡ്യൂക്കേഷണൽ ടോയ് ആയിരുന്നു. നല്ല ടോയ് ആയിരുന്നു കേട്ടോ. ഞാനിത് കുറേ ആയി ഞാൻ അന്വേഷിച്ച് നടക്കണം. ഇവനായിട്ടില്ല അത്രയ്ക്കും. എന്നാലും നമ്മൾ ഏർലി സ്റ്റേജ് തന്നെ നമുക്ക് ഓരോരോ അവയവങ്ങളൊക്കെ കാട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ കാറായാലും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അതൊക്കെ കാട്ടി ഒന്ന് ഫെമിലിയർ ആക്കിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇപ്പോൾ 3+ ആണിത്. അപ്പോൾ ആവുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ശരിയാവും. ഇത് കളിപ്പിക്കാനും അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കാനും അവർക്ക് നല്ല ഇഷ്ടമാവും അത്. ഇതൊരു എഡ്യൂക്കേഷണൽ ടോയ് ആണ്, ബോർഡ് ടോയ് ആണിത്. നല്ലൊരു ഇതാണ്. ഞാൻ ഒരെണ്ണം മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. ഇതിലെന്ന് വെച്ചാൽ വെജിറ്റബിൾസ്, ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറുകൾ, ഇത് വെജിറ്റബിൾസ്, ഇത് ഫ്രൂട്ട്സ്, ഇത് ആനിമൽസ്. ഇത് ഇവർക്ക് നമുക്ക് ഷേപ്സും പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെയാണെന്നും പറഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ എടുക്കാം നമ്മൾക്ക്. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ജസ്റ്റ് ആയിട്ടില്ല, ഇത് 3+ ആണ്. ഞാൻ എന്നാലും ഓഫർ കണ്ടപ്പോൾ ഞാൻ വാങ്ങി വെച്ചതായിരുന്നു. ഇതും വുഡനാണ്, അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഉണ്ട്. കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുത്ത് നല്ല ഇത് പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക്. അവരെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ഷേപ്സ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. അവർക്ക് ഷേപ്സും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് പറഞ്ഞിങ്ങനെ പഠിപ്പിച്ച് കുറേ നേരം അവരിങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നുള്ളൂ. എന്താടാ എന്താണിത്? ആദ്യം കാർമേണ് പിടിച്ചത്. ഇതൊരു 5 ടോയ് ആയിട്ടാണ് കിട്ടിയത്. ഇത് പുൾ ബാക്ക് വണ്ടികളാണ്. നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പുൾ ചെയ്താൽ അതിങ്ങനെ അതിങ്ങനെ പോവും. ഇതും ഭയങ്കര
ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അത് വലിച്ചെറിഞ്ഞൊക്കെ നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലിരുന്ന് കളിക്കണൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പല പല ഹെലികോപ്റ്റർ ഉണ്ട്, പെട്രോൾ ടാങ്ക് കൊണ്ടുപോകുന്നതുണ്ട്, ഒരു ചെറിയ JCB ലൈക്ക് അതുണ്ട്, ഒരു കാറുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റം. അതും കുഴപ്പമില്ല. ഇത് മീമിനെ പിടിക്കണത് ഇതായിട്ടില്ല അല്ലേ, 3+ ആണ്. വലിച്ചിരിക്കാനല്ല, മണ്ണ് മാത്രമല്ലേ. എവിടെ ടുട്ടു മീമിനെ പിടിച്ച്, മിമി ഇങ്ങനെ പിടിക്കണം മീമിനെ. വാ ടുട്ടു പിടിക്കുക എന്നാ, ഇങ്ങനെ വുഡൻ ഫിഷിംഗ് ടോയില് ഒരു സ്റ്റിക്ക് ഇട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു ചെറുതായിട്ട് ഒരു മാഗ്നറ്റ്, അതാണ് ഇതിലുള്ളത്. അതിന്റെ കൂടെ കൂട്ടാൻ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. 8 ഫിഷസ്, പലതരം ഫിഷസ്, സ്റ്റാർ ഫിഷ്, ക്രാബ്, ഓക്ടോപ്പസ്, പിന്നെ ആമ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് കുറേ നേരം അവരിനെ എൻഗേജ് ആയിട്ട് ഈ മാഗ്നറ്റ്, ഇതിലൊരു മാഗ്നറ്റ് ഉണ്ട്, ആ മാഗ്നറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ പോരും. അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് ഇതിങ്ങനെ കളിക്കാം. ഇതും ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് ഇതിന് ശ്രദ്ധിച്ചിട്ട് വേണം, അവർക്കൊരു ബാലൻസിങ്ങും കിട്ടും. നല്ല ടോയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. വുഡൻ്റെ ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നേരമെങ്കിലും അവർ എൻഗേജ്ഡ് ആയിരിക്കും. ഇവിടെ മോന് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാകും, പക്ഷെ വന്നപ്പോൾ തന്നെ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ അത് ഇഷ്ടമായി. ഇത് ടോയ് അല്ല ഗൈസ്, ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു നല്ലൊരു ഓർഗനൈസറാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു ടോയിനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ചെറുത് ആകെ കളിച്ച് അവിടെ ഇവിടെ അടക്കെ വലിച്ചു വാരി ഇട്ട് പോകുള്ളൂ. മൂത്ത മോൻ അങ്ങനെ ആയിരുന്നില്ല, കളിച്ച് അതാത് സ്ഥലത്തൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് അവന് കാണിച്ചു കൊടുത്താൽ അവിടെ അവൻ എല്ലാവരും ഒതുക്കി അടക്കി വെച്ചുമായിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ട, അവൻ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യത്തെ കുട്ടികളുടെ പോലെ ആയിരിക്കില്ലല്ലോ രണ്ടാമത്തെ കുട്ടികൾ. അതുകൊണ്ടൊരു ഓർഗനൈസർ ഒരു മസ്റ്റായിരുന്നു. അപ്പോൾ നല്ല ഒരു വലുതല്ല, ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ ടോയ് അവൻ്റെ എല്ലാവരും നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. ആ സമയം ഇതങ്ങോട്ട് തുറന്നും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാനും മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത്. ഇതെല്ലാനും നല്ല ഓഫർ, എല്ലാവരും ഒരു 300 ബിലോ ആയിരുന്നു, ഓഫർ പ്രൈസ് ആയിരുന്നു. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം കേട്ടോ. മീഷോന്ന് നേരത്തെ കുറച്ച് ടോയ്സ് വാങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മുകളിൽ കാർഡ് പ്രസ് ചെയ്താൽ അത് കാണാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.